നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോണിൽ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 5 ആപ്ലിക്കേഷൻ ഈ മാസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഒന്നാമത്തത് പിക്സൽ സെർച്ച്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് പിക്സൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, പെർമിഷൻസ് കൊടുക്കുക, ഒരു വിഡ്ജറ്റിനെടുത്ത് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഇടുക. ഇവിടെ നിങ്ങൾ വന്ന് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ കാറെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലുള്ള ഒരു സെർച്ച് റിസൾട്ട് കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്റ്റിലുള്ള സെർച്ച് റിസൾട്ട് കാണിക്കും. നെറ്റ്ഫ്ലിക്സിൽ, ഗൂഗിളിൽ, സ്പോട്ടിഫൈയിൽ, യൂട്യൂബ് മ്യൂസിക്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെല്ലാം സെർച്ച് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ടോ അതിൻ്റെ അകത്തെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പല ആപ്പ് ഓപ്പൺ ആക്കി സെർച്ച് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ അകത്തുനിന്ന് ഒറ്റ കീവേഡ് സെർച്ച് ചെയ്താൽ മതി. സൂപ്പർ ആപ്പാണ്. ഇപ്പം നമ്മുടെ മിക്ക ഫോണിൻ്റെ അകത്തും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പല ഫോണിൻ്റെ അകത്ത് നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് അമർത്തൂലേ, അവിടെയായിട്ട് പല ആനിമേഷൻസ് വരാറുണ്ട്. ഇതേപോലെ കുറച്ചുകൂടി നിങ്ങൾക്ക് ആനിമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ആനിമേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള തീമുകളും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷനും കിട്ടും. അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എവിടെയാണ് കറക്റ്റായിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. എന്നിട്ട് സേവ് കൊടുക്കുക. സിമ്പിളാണ്. ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആനിമേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ആപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പാണ്. നമ്മളെല്ലാ പേരും ഉറങ്ങുന്ന മനുഷ്യരാണ്. സ്ലീപ്പ് വേവ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതൊരു സ്മാർട്ട് അലാറം എന്ന് വേണമെങ്കിൽ പറയാം. അലാം എന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ ഈ രാവിലെ പെട്ടെന്ന് എണീക്കാനായിട്ട് ഈ ഭയങ്കര നെഗറ്റീവ് പാട്ടുകളൊക്കെ എടുത്തിടും. എന്നിട്ട് രാവിലെ നമ്മൾ എണീക്കും, പക്ഷെ ഫ്രഷ് ആയിട്ടും പോസിറ്റീവായിട്ടും എണീക്കാൻ പറ്റില്ല. ഈ ഒരു ആപ്പ് അതിനെ അങ്ങ് സോൾവ് ചെയ്ത് തരും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ കിടക്കുന്നത് ആ സമയത്ത് സ്റ്റാർട്ട് കൊടുക്കുക. ആൻഡ് എപ്പോഴാണോ നിങ്ങൾക്ക് എണീക്കേണ്ടത് ആ സമയത്ത് അലാറത്തിൻ്റെ ടൈമും സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഫോണിനെ നിങ്ങളൊരു ചാർജറിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ബെഡിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കണം. നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ടോ, നിങ്ങൾ ബ്രത്ത് എത്ര തവണ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, കൂർക്കം വലിക്കുന്നുണ്ടോ, ഇതെല്ലാം അനലൈസ് ചെയ്യും ഈ ഫോണ്. അതായത് തൊട്ടടുത്തിരുന്ന് എല്ലാം അനലൈസ് ചെയ്യും. മൈക്രോഫോൺ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ക്യാമറ ഉപയോഗിക്കില്ല, ഒന്നും ഉപയോഗിക്കില്ല. നിങ്ങളുടെ ഡേറ്റ എല്ലാം കംപ്ലീറ്റ്ലി സേഫാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അലാം, നിങ്ങളുടെ ശരീരത്തിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടിയതിന് ശേഷം മാത്രം ഈ അലാം വർക്കാവാൻ തുടങ്ങും. നിങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ലീക്കായി പോകുന്നുണ്ട് എന്നറിയാനായിട്ട് ജസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. സിമ്പിൾ ആപ്പാണ്, ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷേ ഞാൻ കുറേ എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഇത് ഭയങ്കര കൊള്ളാം. നിങ്ങളിപ്പോൾ ഗ്രോസറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, സാധനം പച്ചക്കറി മലക്കറിയൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രോസറി സെലക്ട് ചെയ്തിട്ട് എത്ര രൂപയാണ് പോയെന്നുള്ളത് അവിടെ കൊടുക്കുക. എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ അതവിടെ കൊടുക്കുക. എല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്തിടുന്ന സമയത്താണ് നമ്മൾ മടി കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ട്രാക്കിങ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ട്രാക്കിങ്സും അറിയാൻ പറ്റും, ഒരു മാസത്തത് മൊത്തവും. ആൻഡ് എന്തിന് വേണ്ടിയിട്ടാണ് ഒരു മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തെന്നുള്ളതും അറിയാൻ പറ്റും. എൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത് OneForWall. ഈ ആപ്ലിക്കേഷൻ കുറേ നാൾ മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാര്യം, ഇത് ആക്ച്വലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഇത് തന്നെ സെലക്ട് ചെയ്ത് തരും. അതുമാത്രമല്ല എല്ലാം ഭയങ്കര സൂപ്പർ ഗുഡ് വാൾപേപ്പേഴ്സാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളും അതിനകത്ത് അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് വയ്ക്കാം, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വാൾപേപ്പറിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കളർ പാലറ്റുകൾ എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് സെറ്റ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തേക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. കുറേ നാളായിട്ട് ആളുകൾ പരാതി പറയുന്നുണ്ട്, വാൾപേപ്പർ ആപ്ലിക്കേഷനൊന്നും തരുന്നില്ല എന്നുള്ളത്. OneForWall ആണ് കറൻ്റ്ലി എൻ്റെ കുറേ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാൾ ഫീവർ ആണ് എൻ്റെ ഫേവറേറ്റ്. സെക്കൻഡ് ഫേവറേറ്റ് OneForWall ആണ്. അപ്പോൾ വാൾ ഫീവർ ആൻഡ് OneForWall എക്സ്ട്രാ ഒരു ആപ്പ് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.